ഇപ്പോൾ വരുന്ന 4, 6 എവിടെയാണോ? ഓക്കെ, ബാക്കിലോട്ട് ചേർന്ന് നീന്തേണ്ടി വരും. നീ ഇങ്ങോട്ട് കുറച്ച് നിന്ന് ഇങ്ങോട്ട് വെള്ളം എന്നും ഉണ്ടല്ലോ കറിയും. മഴക്കാലത്ത് കയറൂലേ? അങ്ങോട്ടേക്ക് കയറും വെള്ളം. അങ്ങോട്ട് അത്രയൊക്കെ വെള്ളം പോകും. അത്രയൊന്നും അല്ല വെള്ളം വരുന്നത്. ഇതിൻ്റെ പേരെന്നാ? ഈ ഡിസംബർ ലാസ്റ്റിലായപ്പോഴുള്ള ഒരു തടി വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഭൂമി ഉൾപ്പെടെ അടുത്തൊക്കെ വെള്ളം കഴിഞ്ഞ് മഴ പെയ്യാതെ കോഴിക്കോട്. ആ പോയവരെല്ലാം നിങ്ങളുടെ കൊണ്ടുപോകും? അല്ല ഞാൻ ചോദിച്ചു ഒത്തിരി വണ്ടി അതോ നിങ്ങൾ 4 മാത്രമേ ഉള്ളൂ? ഒരാൾ കയറി പേടിയാണ് മൂത്രം ഒഴിക്കുന്നത്. അത് വെറുതെ ആ വയനാട്ടില് ഈ കൊട്ടവഞ്ചി തന്നെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നത്. ഇങ്ങോട്ട് ഒഴുക്കുണ്ട്. വെള്ളത്തിന്റെ ഞാൻ ഡെയിലി കയറുന്ന അതുകൊണ്ടാവും കയറാത്തത്. ചേട്ടാ കറക്കണേ, ചേട്ടൻ കാട്ടിത്തരും എങ്ങനെയാ കറക്കേണ്ടത്. കബനി നദി മുറിച്ച് കിടക്കുന്നതാണ്. ഇവിടെ ആളും കുറവാണ്. സൈഡിൽ കൂടെ പോയാലേ കയറി പോകില്ല. സൈഡ് ആളും കുറവാണ്. സെൻട്രലോട്ടല്ലേ കല്ലാറല്ലേ? വെയിലാകാൻ വേണ്ടി മുമ്പേ പോകും. 3 മണിക്ക് ഓപ്പൺ ആവും. 7 മണിക്ക്. വെയിൽ നല്ല ആളുണ്ടാവുന്നുണ്ട്. എല്ലാ കൊട്ടവഞ്ചിയിലും ആളെ കണ്ടില്ലേ? നല്ല മരം, നല്ല ലൊക്കേഷൻ. ഇങ്ങനെ കൊട്ടവഞ്ചിയിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പോകണം. അതിന് സ്വന്തമായിട്ട് കൊട്ടവഞ്ചി വാങ്ങേണ്ടി വരും. വേനക്ക് ഇത്രയും ചൂട് സമയത്ത് ഇത്രയും വെള്ളം മഴക്കാലത്ത് പറയാനുള്ളതാ. ഇപ്പൊ നല്ല ചൂടുള്ള നല്ല ചൂട്. ഇവിടെ ആദ്യം ഇന്നലെ ചെറുതായിട്ടൊന്നും മഴ പെയ്തതേ. എന്നിട്ട് ഇത്രയും വെള്ളം കിടക്കുന്ന ഒരു 6 അടുത്തവിടെ ദിവസമുണ്ട്. നമ്മളവിടെയൊക്കെ വെള്ളം പറ്റി ചൂടല്ലേ ഇത് കാട്ടിനാണ്. പക്ഷേ നാട്ടിൻപുറത്തുള്ളവർ പോലും പറയുന്ന ഇവിടെ വെള്ളമില്ലല്ലോ. നമ്മൾ ടൗണല്ല, നമ്മളുള്ള അതല്ല പറഞ്ഞു. ഈ പത്തനംതിട്ടക്കാർ പോലും പറയും ഇവിടെ വെള്ളമില്ല. പക്ഷെ അവരൊക്കെ അറിയത്തില്ല. വെള്ളമല്ലേ അതൊക്കെ വെള്ളം പറ്റില്ലല്ലോ. ഇല്ല, കൊടുമലയാണ്. ഇതിൻ്റെ അങ്ങോട്ടേക്ക് മൊത്തം വേണം. ഇതിനങ്ങോട്ട് ഒരുപാട് പേരും കിടക്കുന്നത്. കമ്പന്തേനി, തേക്കടി, കുരുവി, ആനയെല്ലാം കാട്ടുപോത്തും കടുവ എഴുതി എല്ലാം ഉണ്ടല്ല. വലിയ വെള്ളത്തിൽ ഒഴുകുന്ന പരിപ്രശ്നങ്ങളാണ്. ഇത് പിന്നീട് നിങ്ങൾ എടുത്ത് മാറ്റിയില്ലേ? അങ്ങനെ കിടക്കില്ല.
രണ്ട് സൈഡ് ഫോറസ്റ്റാ അല്ലേ? മൃഗങ്ങൾ ഇറങ്ങി വരുമോ? മാന അങ്ങനെ എന്തെങ്കിലും കാണാറുണ്ടാക്കണം. ഇതുണ്ടോ കറക്റ്റ്? അത് പറഞ്ഞ് അതൊക്കെ കറക്റ്റ് മതി. അല്ലാതെ കണ്ടോ വീഡിയോ എടുക്കുമ്പോൾ പിടിച്ചാലോ. എല്ലാവരെയും കറക്കാൻ പറ്റില്ല. പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരല്ലേ അവർ. ചേട്ടനോട് തന്നെ തുഴഞ്ഞൊരു വശമായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്തവർക്ക് കൈ കഴിക്കില്ല പെട്ടെന്ന്. സാധാരണ വെള്ളം കഴിയുന്ന പണിയിൽ കയറി പോകത്തില്ല. അങ്ങോട്ട് ഒഴുക്കിന് എതിരാണല്ലോ. നമ്മൾ 4-5 പേരുടെ കാണിച്ച് 2 കിലോയിലൊരു കൊട്ട എത്ര കിലോ വേണമെന്നറിയാം. അപ്പോൾ നമ്മൾ വെള്ളത്തിനകത്ത് സാധാരണ വെള്ളങ്ങളല്ല മേപ്പോട്ടൊന്നും കഴിഞ്ഞ് കയറിപ്പോണ്ട്. താഴേക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? ആ ആന ക്രോസ് ചെയ്യുന്നല്ലേ? ഒരു വെള്ളത്തിൽ കൂടെ നീങ്ങി പോകുമല്ലോ അല്ലേ? വീഡിയോ ആണ്. ആനത്താര ഇതിലെ കൂട്ടത്തോടെ വന്നിട്ട് അക്കരയ്ക്ക് കയറി. ഇവിടെ അടുത്ത റോഡ് അത് നിങ്ങൾ വന്ന റോഡ് ഗവിക്കോ? ഗവി ഇവിടെ അടുത്താ? 22 കിലോ പോരെ. അവിടെ എങ്ങനെ പാസ് കിട്ടിയല്ല? പാസ് രാവിലെ തുടങ്ങും. 9 മണി 9 വരെ പാസ് കൊടുക്കത്തുള്ളൂ. അടുത്ത തവണ നമുക്ക് സെറ്റപ്പാക്കി തരാമെന്ന് അമ്മ ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അടുത്ത തവണ ശരിയാക്കി തരാമെന്നേ ഒരു പരിചയക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ നോക്കി കിട്ടുമോന്ന്. പിന്നെ ബസ്സിൻ്റെ തിരുവല്ലയിൽ നിന്നുള്ളത് മാസത്തിലൊന്നല്ലേ ഉള്ളൂ. ബന്ധപ്പെട്ടാൽ മതി അല്ലേ? അതെ, അതാകുമ്പോൾ നമുക്ക് ഉച്ചക്കലത്തെ ഊണിൻ്റെ കാര്യം അറിയണ്ട. ഒട്ടവഞ്ചി അവരുടെ പാക്കേജാണ്. എന്നും രാവിലെ അവരുടെ വെള്ളത്താൽ പോകുന്നു. അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടത്? അത് ഉല്ലാസയാത്ര ബഡ്ജറ്റ് ടൂറിസ്റ്റ്. 1000 കിട്ടാമെന്ന് എനിക്കറിയത്തില്ല. 1300 തൊട്ട് 6000 വരെയാണ് കണക്ക്. നോർമൽ കണ്ണൂർ കാസർഗോഡിലൊക്കെ അങ്ങോട്ടൊക്കെ വരുമ്പോൾ എന്നാലും നമ്മൾ ടെൻഷനും വേണ്ട, ഒന്നും വേണ്ട. ചിലപ്പോൾ കോഴിക്കോട്ട് നിന്ന് ചിലപ്പോൾ 2000-1800 വന്നായിരിക്കും. നമുക്കൊന്നും അറിയണ്ടല്ലോ. ഒരു കാര്യം അറിയാം, നമ്മൾ അവർ പറയുന്ന സമയത്ത് ഡിപ്പോയിൽ ചെല്ലുക, വണ്ടി കയറിയിരിക്കുക, പത്തനംതിട്ട വരും, നിങ്ങളുടെ വലിയ വണ്ടി വരുന്ന വണ്ടി അവിടെ കൊണ്ടിടും, അടുത്ത ബസ്സിൽ കയറി ഇവിടെ ഓടുന്ന കാട്ടിക്കൂടെ ഓടുന്ന ബസ്സുണ്ട്, അവർ ആ ബസ്സൊക്കെ കയറ്റും പത്തനംതിട്ട കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഇറങ്ങുമ്പോൾ വരും. നിങ്ങളുടെ കുളിച്ച് റെഡിയായി അത് കഴിഞ്ഞ് വണ്ടി കയറി ഇവിടെ വന്ന് 10-15 കിലോ ടിക്കറ്റ് ആയിട്ട് രാവിലെ അവിടെ കടയിൽ കാപ്പി റെഡിയാക്കി അവിടെ അതുകൊണ്ട് എല്ലാം അവരവിടെ സെറ്റ് ചെയ്യും. നമ്മളിതൊന്നും അറിയാം. ഗാനമാണ് നടന്നു പോകാനുള്ള മെയിനായിട്ട് ഇല്ല, നടക്കില്ല. പിന്നെ നമ്മൾ 5 ഡാമുണ്ട്. 5 ഡാമിൽ നമ്മൾ പിന്നെ പരുന്തുംപാറയിൽ നടക്കണമാണ് ഭാഗമുണ്ട്. ഹലോ, ആ ഞങ്ങൾ കൊട്ടവഞ്ചിയൊക്കെ അറിയില്ല. ആ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നു. അന്നേരം വിളിച്ചു. ഞാൻ ഫോട്ടോ എടുത്തില്ല. ഓക്കെ.
മുട്ടാക്കിലങ്ങോട്ട് നമ്മൾ വരും. എവിടെ വരെ പോകണമെങ്കിൽ ഇനി മഴയാവണം. അങ്ങോട്ടേക്ക് പോകണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ നിന്ന് തടി കിടക്കുകയാണ്. അപ്പം വെള്ളം കുറവാണ് അങ്ങോട്ടങ്ങോട്ട്. കണ്ടില്ല മേളിൽ വെള്ളം ഒഴുകുന്ന അത്രയല്ലേ ഉള്ളൂ. കര പോലെ അപ്പോൾ അവിടെ എല്ലാം തടി വന്ന് കിടക്കുന്നതുകൊണ്ട് കൊട്ടയം കയറിക്കും. എന്ന് വെച്ചാൽ റോഡിനൊപ്പം തന്നെ. ഹലോ കുഞ്ഞില്ലേ ഇറക്കിയില്ലെന്നുള്ള എൻ്റെ പരാതി അതെ ഡ്രോണൊക്കെ വെച്ച് വേണേ ബന്ധിക്കണം. ഇനി അവിടെ വരെ അപ്പൊ കള്ളന്റെ കയറ്റം വരുമ്പോഴല്ലേ ഇത്രയും വലിയ പിടുത്തം ചെറിയൊരു ഒഴുക്കം കിട്ടുമല്ലോ അങ്ങോട്ട്. ഭാര്യയിലൊക്കെ വരുന്ന പണിയുണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ടാ ഫോട്ടോ ഇഷ്ടം പോലെ അവൻ്റെ അടുത്ത് വരുന്നത്. ഫുള്ളല്ലേ, ഫുൾ ടെലികാസ്റ്റാ. വെള്ളത്തിലൊന്നും തൊട്ടില്ലല്ലോ. മുതലൊന്നുമില്ല, അനാക്കൊണ്ട മാത്രമല്ല. ഇന്നലെ ആ മഴ പെയ്തുകൊണ്ടാണ് കലക്കുന്നത്. ഇവിടെ വൈകുന്നേരം മഴയാ. വൈകുന്നേരം ഇപ്പോൾ 2 ദിവസം കൊണ്ട് അന്യായം ഇടിയാവില്ല. ഇടിയോ? ഓ മഴയാകുമ്പോൾ നിർത്തി വെക്കൂല്ലോ ഇവിടെ. ആ ഇടിയത്തും പോവും. മഴയത്തെ ഇതിനുള്ളിൽ വെള്ളം അറിയാം. നമ്മളവരെ മണ്ണത്ത് പോയിട്ട് വീണ്ടും നമുക്ക് കളഞ്ഞിട്ട് വേണം കൊടുക്കും. ഇപ്പോൾ എല്ലാ മഴയത്തും ഉണ്ടല്ലോ. പക്ഷേ ഈ നല്ല നല്ല വെള്ളം നല്ല ഇത്തരം ദൂരം ചേട്ടനൊക്കെ നനഞ്ഞു ചെയ്യോ? നമുക്ക് കുറച്ച് തൊഴിലോ കാര്യങ്ങളില്ല. നമുക്ക് ബാങ്കോട്ടവഞ്ചി ഇവിടെ കൊണ്ടുവരും. അപ്പം സർക്കാർ നേരിട്ട് നടത്തിയാൽ നമ്മളെ സ്ഥിരപ്പെടുത്തണം, നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ തരണം. അതില്ല ഇത് വനംവകുപ്പ് നടത്തിക്കൊണ്ട് ബാലവികാസ് കൂലിയാട്ടാ വരിക. ഞങ്ങൾ 550 വരെ ശമ്പളം. അത് ഞങ്ങളുടെ മണ്ഡലത്തിൽ രാജ്യത്ത് തന്നതൊന്നും അപ്പം പിള്ളേർക്കും ക്യാമ്പ് നടത്തുന്നത് എല്ലാവർക്കും ഡെയിലി വേജസ് ആയിട്ട് ഒന്നും പണിയാണ്. ഈ അന്നേരം വരെ ഉള്ളതെന്ന് പറഞ്ഞാൽ അല്ല, അന്നേരം ഇപ്പം നാളെ വേറെ ആൾക്കാരായിരിക്കും. ഇന്നലെ ഓ അങ്ങനെ. അപ്പോൾ ചേട്ടന് 1.5 ഉള്ളൂ ശമ്പളം? 1.5 മാത്രമേ ഉള്ളൂ. പണി അതിനെങ്ങനെ പിള്ളേര് പഠിക്കാനാകുമ്പോഴേ ചിലവ് വരുള്ളൂ. കിട്ടുന്നത് കൊണ്ട് തെളിക്കാനും അത് ഇതൊക്കെ ഇങ്ങോട്ട് നല്ല കടുവശല്യുണ്ട്. കയറാൻ പറ്റത്തില്ലല്ലോ.
കുടിക്കാൻ മരുന്ന് കിടക്കുന്നതായിരിക്കും. വിശ്വസിച്ചില്ല, നടക്കാൻ പറ്റില്ല. പാമ്പ് തന്നെയല്ലേ ഈ വെള്ളത്തിൽ കൂടെ പോകുന്നതാണ് രാജവമ്പ നമ്മൾ വണ്ടി കാണുമ്പോൾ മാറിപ്പോവോ? വണ്ടി കാണുമ്പോൾ ഇതാണ് ഇവരുടെ പ്രശ്നം. ഇതിനെ കൊണ്ട് പിടിച്ചിട്ട് വിടും. പിടിച്ചിട്ട് നിങ്ങളിപ്പം അവിടെ പിടിക്കുന്നതിന് ഈ ബാബാ സുരേഷ് വലിയ ചാനലിനകത്തിലൊക്കെ കയറി അത് പിടിച്ചെന്ന് പറയത്തില്ല. കൊണ്ടുവിടുന്നതെല്ലാം ഇവിടെയാണല്ലോ. നമ്മുടെ അവിടെ നിന്ന് പിടിച്ച് നേരെ ചുരത്തേക്ക് കൊണ്ടുവരും. അങ്ങോട്ട് തന്നെ വീണ്ടും പിന്നെ ഇറങ്ങി ഇപ്പം ഇവിടെ തന്നെ പോയി ഇപ്പം ഞങ്ങൾ കണ്ടിട്ട്. പിന്നെ ഈ ഇടയ്ക്കാണെങ്കിൽ ഇവിടെ കണക്ട് ചെയ്ത് കടുവ, ആ കടുവയെ പിടിച്ചിട്ട് നേരെ കൊണ്ടുവന്നുകൊണ്ട് ഇതിനപ്പുറത്ത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് കടുവ അവിടെ കിടക്കുമെന്നല്ലോ. ഈ സാധനം കടുവ ഒരു സ്ഥലത്ത് ഒരിക്കലും നിൽക്കത്തില്ല, ഇങ്ങനെ പോകത്തേ ഉള്ളൂ. നമ്മുടെ അവിടെ ഉണ്ട് ഇപ്പോൾ എല്ലാം എല്ലാം ഞങ്ങളുടെ അങ്ങോട്ട് കാണുന്നതൊന്നുമല്ല. നമ്മളിവിടെ വന്ന് കണ്ട് കേട്ട് പാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ താമസിക്കാനാണ്. രാവിലെ ഇവിടെ ഇപ്പോൾ വന്ന് നിങ്ങളിപ്പോൾ രാവിലെ വന്ന് പോയിട്ട് ആരെങ്കിലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഒരു ദിവസം ഇവിടെ തങ്ങുന്ന ഒരു വിഷയമില്ല. പക്ഷേ സ്ഥിരം നിരന്തരം താമസിക്കുന്നവർക്ക് നമുക്ക് ഒന്നാമത്തെ കാര്യം നാട്ടിലെ കടകളില്ല. നിങ്ങളിപ്പോൾ 4 മണിക്ക് അങ്ങോട്ട് ഇറങ്ങി ഒരു കടയൊക്കെ പോയി ചായ കുടിക്കുക, അതില്ല. പിന്നെ അതുപോലെ ശമ്പളമില്ല, ജോലിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു വിദ്യാഭ്യാസമില്ല, നമുക്ക് സാധനങ്ങളില്ല. അതൊക്കെ വരുന്ന ആളുകൾ കിട്ടുന്നുണ്ട്. കാണാനൊക്കെ ഉണ്ട്. ശരിക്കും ഇങ്ങനെയൊക്കെ ഇതാകുമ്പോൾ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നു. അത് വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏജൻസിക്ക് കൊടുക്കുന്നു. വനസംരക്ഷണ സമിതി ആകുമ്പോൾ ഇത് അടുത്ത മാസം ഇത്രയും ഓട്ടം കാണിക്കില്ല. ജൂൺ മാസമൊക്കെ ആകുമ്പോൾ എന്താ പറ്റുമെന്നറിയാം. മഴ ആയിക്കൊണ്ട് നനഞ്ഞു വരാൻ താല്പര്യമുള്ളവർ മാത്രമേ കാണിക്കും. ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹൈറ്റിൽ വെള്ളം വരില്ല. അന്നേരം ഉണ്ട്. അന്നേരം നമ്മൾ ഇത്രയും ദൂരം പോകത്തില്ല. അപ്പോൾ ഒഴുക്ക് കൂടുതലായിരിക്കും. ഒഴുക്ക് കുറയുന്നതിനനുസരിച്ച് ദൂരം കൊടുക്കും. നമുക്ക് ഫോറിനേഴ്സ് ഒക്കെ വരാറുണ്ട്. ഉണ്ടുണ്ട്. അത് നമ്മുടെ നാട്ടുകാർക്ക് അവർക്ക് നല്ല ഒരേ റേറ്റാണ്. അതുകൊണ്ട് ഞങ്ങളായാലും ഒരു പട്ടയ്ക്ക് 4-7 പിന്നെ പിടിക്കുന്നതിലൂടെ പിന്നെ 600 രൂപ ഒരാൾ പോയാൽ. അല്ലെങ്കിൽ വിദേശിയായാലും മറ്റുള്ളവർക്ക് അതല്ലല്ലോ. മറ്റവർക്ക് പൈസ കൊടുക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഇവിടെ എല്ലാവർക്കും പിന്നെ ഇവിടെ എൻട്രി പാസ് ഇല്ല. അപ്പോൾ ഇത് 6 മണിയാകുമ്പോൾ ക്ലോസ് ആവില്ല. 6 ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് മൊത്തം ക്ലോസ് ആവും. ഞങ്ങൾക്ക് ഇതെല്ലാം ചുമ്മിപ്പറക്കി മേളിൽ കൊണ്ട് കൊടുക്കുന്നു. രാവിലെ എടുത്തുകൊണ്ട് വരുന്ന വൈകിട്ട് തിരിച്ച് അവിടെ കൊണ്ട് കൊടുക്കുന്നു. ഇവിടേക്കില്ല. അത് 1 മണിക്കൂർ 1 മണി 8:30 വരെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ആ ടൈമിലൊന്നും പോയി കഴിക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾക്ക് ടിക്കറ്റ് വന്നില്ല. ഇപ്പോൾ അടുത്ത ടിക്കറ്റാണ് പോയല്ലേ. അപ്പോൾ അത് അങ്ങനെ കഴിപ്പ് നടക്കത്തില്ല. പറ്റിയാൽ പറ്റി ഉണ്ടെന്ന് ചിലപ്പം ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ സമയമാണ്. പിന്നെ കഴിക്കാൻ പറ്റില്ല. അല്ല അരക്കില്ലല്ലോ പറ്റും. അടുത്ത ടിക്കറ്റ് അവിടെ കൊണ്ടുവരണം. നമ്മൾ കഴിക്കുന്നത് അല്ല അവരനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരില്ല. മറ്റേ ഇത് കൊടുക്കും. ഇല്ല അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നവർ ഇന്നത്തെ കഴിഞ്ഞാണ് ആനക്കൂട്ടി പോയി. വെള്ളം കുറവാണ്. 1.5 കിലോമീറ്റർ ഏതാ ഇല്ല.
ഇപ്പോൾ വെള്ളം കുറവാണ്. ഈ 2 ദിവസത്തെ മഴയുടെ വെള്ളമേ ഉള്ളൂ. എന്നാലും വെള്ളത്തിൽ കാണാം. 1.5 കിലോമീറ്റർ ഉള്ളൂ. വണ്ടി ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വണ്ടി എടുത്ത് വെച്ചേ പിടിഞ്ഞ് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. വണ്ടി അതിൻ്റെ അടുത്ത് വരെ മണ്ണേറ വെള്ളത്തിൽ അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കേട്ടോ? അല്ലെ ഇതേ അടിച്ചു പോകും. മണ്ണേറ ഭാഗത്ത് മാപ്പിൽ കാണിക്കില്ല. അടിപൊളിയാണ്. മഞ്ഞാറ മണ്ണേറ 1.5 കിലോമീറ്റർ ഉള്ളൂ. വെള്ളം കുറവാട്ടോ. ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലയോ, ഡാം അല്ലാഞ്ഞിട്ട് പോലും ഈ വനത്തിൽ നീരറവ് കൊണ്ട് ഇത്രയും വെള്ളം ഈ വേനൽക്കാലത്ത് കിട്ടുന്നില്ല. എപ്പോൾ വേണേലും വരാം. നമ്മൾ പ്രതീക്ഷിക്കാണ്ടും വെള്ളം വരാമോ? ഇല്ലല്ലേ, നിങ്ങൾക്കെപ്പോൾ വേണേലും വരാം. ഒരു വർഷത്തിൽ എപ്പോൾ വേണേലും വരാം. അവർക്കൊന്നും പറഞ്ഞുകൊണ്ടിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ സമയത്ത് വെള്ളമുണ്ട്. ഈ 12 വർഷം കൊണ്ട് ഇവിടെ വെള്ളമില്ലെന്ന് പറഞ്ഞ് നിർത്തി വെക്കേണ്ടി വന്നിട്ടില്ല. ഇത് കടമ്പെന്ന് പറയുന്നൊരു കടമ്പ് കൂട്ട് കേട്ടെന്ന് കടമ്പ് കൂട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. കടമ്പ് കൂട്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇതല്ല രണ്ടാണ്ട് കൂട്ടിയിട്ടുണ്ട്. കായുണ്ട് അതേ കൂടെ. കായുണ്ട്. കൊറോണ പഴം പോലെ ഇരിക്കുന്നുണ്ട്. ഒന്നുമില്ല, പരങ്ങായിരിക്കും. നമ്മൾ കഴിച്ചിട്ടില്ല, നമുക്ക് അറിയത്തില്ലല്ലോ. മനുഷ്യനാരും കഴിക്കുന്നവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്ത പാമ്പ് വീണുണ്ട്. നെടുക്കല്ലേ ഇങ്ങനെ പൊളഞ്ഞു പൊളഞ്ഞു പോയതാണ്. രാജൻ ഇറങ്ങിയിട്ടുണ്ട്. അതായി അങ്ങോട്ട് നോക്കിയാണ്. ലിംഗം പോയോ? അതല്ല മുരയിരിക്കുന്നു. ഈ വേണ പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ വരുന്ന വെള്ളമായിട്ട് കഴിക്കാൻ പോയോ?